ഈ റീക്രിയേഷൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കോ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പൈങ്കിള് ചെയ്ത സമയത്ത് സജിൻ ഗോപു ചേട്ടൻ മെസ്സേജ് അയച്ചു. പിന്നെ അതിൽ ആ ഒരു ക്രൂ ഫുള്ള് ഇപ്പോൾ മറ്റേ റോഷൻ ഷാനവാസ് ആളും എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്, നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രേഖാചിത്രം ചെയ്ത ടൈമിൽ ഡയറക്ടർ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും അതിൽ എഡിറ്റർ ആയാലും എല്ലാവരും മെസ്സേജ് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം രേഖാചിത്രം എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ റീക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആയിരിക്കും. എൻ്റെ അറിവിൽ നിങ്ങളുടെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഉണ്ടാവുമായിരിക്കാം. നമ്മുടെ അറിവിനും നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ രേഖാചിത്രം തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് ആയിരുന്നു. പെട്ടെന്ന് വളരെ ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണ്. ഒരു ദിവസം കൊണ്ട് എടുത്തു, ഒരു ദിവസം കൊണ്ട് പിറ്റേന്ന് തന്നെ എഡിറ്റ് ചെയ്തു, അന്നേരം പോസ്റ്റും ചെയ്തു. പെട്ടെന്നായിരുന്നു. ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. അനശ്വര ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തോന്നി. അപ്പം അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു അത് റീക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ചെന്ന് ക്യാമറാമാൻ ഉണ്ട് അക്ഷയ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് ചെയ്താലോ, എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് അന്നേരം പറഞ്ഞു ഓക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂം എല്ലാം സെറ്റാക്കി. കൊല്ലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്തു. ഈ ലൊക്കേഷൻസും നിങ്ങൾ തന്നെ ഈ പരിസരമാണോ അതോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണോ? ഇല്ല, നമ്മൾ ഒരു മാക്സിമം റീക്രിയേഷൻ ചെയ്യുമ്പോഴത്തേന് എങ്ങനെ പോലും ഇപ്പം അതേ ലൊക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇപ്പം രേഖാചിത്രം ആയാലും എനിക്കത് കന്യാകുമാരിയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത്. അപ്പം ലൊക്കേഷൻ അവിടെ, അപ്പം അവിടെ പോയി എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം അതേ പോണക്ക് കിട്ടാൻ നോക്കി. കൊല്ലത്ത് തങ്കശ്ശേരി അവിടെ കുറച്ച് നല്ല ലൊക്കേഷൻസ് കിട്ടി അതേ പോണക്ക്. അങ്ങനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. ഓക്കെ. ബേസിക്കലി ആക്ടർ ആണോ അതോ ഡാൻസർ ആണോ അതോ വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ, ഫീൽഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അതെ, ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിങ് ആണ് മെയിനായിട്ട് ഇഷ്ടം. പിന്നെ ഞാൻ കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ ക്വാളിഫിക്കേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ DLED ആയിരുന്നു, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അത് കംപ്ലീറ്റ് ആയി. +2 കഴിഞ്ഞ് നേരെ പോയതാണ് കോഴ്സിന്. ഇപ്പം ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട്, BA ഇംഗ്ലീഷ്. പിന്നെ അതിൻ്റെ കൂടെ ആക്ടിങ്, ഷോർട്ട് ഫിലിംസ്. ഞാൻ പ്രൊഫൈൽ കണ്ടത് ഡാൻസർ, ആക്ടർ, അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസ് ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ആക്ടിങ് റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസ് ഓൺ വോയിസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ റീക്രിയേഷൻസ് ചെയ്താലും നമ്മളിപ്പോൾ ഒരു മൂവിയാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ റീക്രിയേഷൻസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഓൺ വോയിസ് പെർഫോമൻസ് ആണ് ആവശ്യം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു ക്രോ സെറ്റ് ചെയ്ത് കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തെടുത്ത് പോവാം. സിനിമയാണ് മെയിൻ ലക്ഷ്യം എന്നുള്ളതാണ്. സിനിമ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ, നല്ല ആഗ്രഹമുണ്ട്. അപ്പം അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമയിലേക്ക് എന്തെങ്കിലും കോൾസ് വന്നിട്ടുണ്ടോ? ഓഡീഷൻസിന് പോവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഓഡീഷൻസിന് പോയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ഓഡീഷന് പോയി. എൻ്റെ ഷോർട്ട് ലിസ്റ്റിലുണ്ട്. ബാക്കി എന്താന്നുള്ളത് അറിഞ്ഞില്ല. പുറത്ത് പറയാറായോ? ഇല്ല, പുറത്ത് പറയാറായിട്ടില്ല. നോക്കിയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കോൾസും കാര്യങ്ങളും വീഡിയോസ് കണ്ടിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് ജസ്റ്റ് വിളിക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഈ പറയുന്നവർക്ക് പെർഫോമൻസും എല്ലാം നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാം. നോക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടട്ടെ. ഇങ്ങനെ ഇപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടിയെന്ന് വിളിച്ചു പറയുന്നു, പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ പോയ എന്തെങ്കിലും ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് സീരിയലിൽ നിന്ന് ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു അവസരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പം TTC പഠിച്ചവർക്കറിയാം, ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്കത് കളഞ്ഞിട്ട് വരാനും പറ്റില്ല. സീരിയലിൽ നിന്ന് കിട്ടിയ ക്യാരക്ടർ റോൾ ആയിരുന്നു. അവിടെ പോയി സ്റ്റേ ചെയ്യേണ്ടി വരും, കണ്ടിന്യൂസ് ഷൂട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് സീരിയലിലേക്ക് പോകണം, ഇല്ലെങ്കിൽ സീരിയലിൽ എന്ന് പറഞ്ഞ് നിൽക്കാം. അങ്ങനെ ഒരു ഇതായിപ്പോയി. അപ്പോൾ ഇത്രയും പഠിച്ചു. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാണ് TTC തിരഞ്ഞെടുത്തത്. എനിക്ക് ടീച്ചർ ആവണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത കോഴ്സാണ്. അപ്പോൾ അത് നിർത്തിയിട്ട് പോകാൻ എനിക്കും തോന്നിയില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കായാലും ടീച്ചറായി കാണണമെന്ന്, ഞാനൊരു ആക്ടറായി കാണുന്നതിനെക്കാട്ടി അവർക്ക് കുറച്ചുകൂടി ഇഷ്ടം ഞാൻ ടീച്ചറായി കാണുന്നത്. അച്ഛന് പിന്നെയും ഇഷ്ടമാണ് ആക്ടിങ് ഫീൽഡ്. അമ്മയ്ക്ക് കുറച്ചുകൂടെ നല്ലത് ടീച്ചറായി കാണണമെന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ഇത് വെച്ച് നോക്കിയപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ക്യാരക്ടർ റോൾ ആയിരുന്നു. അത് സി കേരളത്തിൽ നിന്നായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.